സെക്രട്ടേറിയറ്റിലെ മുന്നിൽ ശ്രദ്ധാകേന്ദ്രമായത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു സമരം അത് ആശാവർക്കർമാരുടെ സമരമാണ്. അതിപ്പോൾ 40 ദിവസം പിന്നിട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ പേർ ഇപ്പോൾ സമരമുഖം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ അടിസ്ഥാന തൊഴിലിടങ്ങളിൽ നിന്നും ഉള്ള ആളുകളാണ്. അങ്കണവാടി ജീവനക്കാർ അവിടെ സമരം ഇപ്പോൾ ചെയ്യുകയാണ്. വേതന വർധനവ്, പെൻഷൻ ആനുകൂല്യങ്ങൾ തുടങ്ങി ഏതാണ്ട് ഒരേ കാര്യങ്ങളാണ് ഇരു കൂട്ടരും ആവശ്യപ്പെടുന്നത്. മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുൻഭാഗം ഇപ്പോൾ സമരമുഖരിതമാണ്. ജിബിൻ JB സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. നമുക്ക് ജിബിനിലേക്ക് പോകാം. ജിബിൻ, ഈ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ സമരമുഖത്തേക്ക് അംഗനവാടി ജീവനക്കാർ കൂടി വരികയാണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനോട് അവർക്ക് പറയാനുള്ളത്? ഒരു ചർച്ചയ്ക്ക് അവരെ വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? ആര്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. 41 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ ഒരു സമരം കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും അവരുമായി ഒരു ചർച്ചയ്ക്ക് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ അംഗനവാടി സമരം നയിക്കുന്ന കുറച്ച് നേതാക്കന്മാർ നമ്മോടുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രധാന ആവശ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക, അതോടൊപ്പം തന്നെ ശമ്പളം ഒറ്റത്തവണയാക്കുക, ഒറ്റ ഗഡുവായിട്ട് തരിക. പിന്നെ ഞങ്ങൾക്ക് ആരെയും വെല്ലുവിളിക്കാനോ വേറെ ഒന്നിനും പറയാനോ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഫോൺ സർക്കാർ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2019 ഈ ഫോൺ തന്നത്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇതൊന്നും മാറി. ഈ ഫോൺ ശരിക്കും ഒന്ന് കാണുന്നതാണ്. ഈ ഫോണിൽ നമുക്ക് ഒരു ഉപയോഗവുമില്ല. ഈ ഫോണിൽ ചെയ്യണം ഞങ്ങൾ 21 രജിസ്റ്റർ ഞങ്ങൾ അപ്ഡേറ്റ് ആക്കണം. ഈ ഫോൺ നമുക്ക് തന്ന ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്യാനോ ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തം ഫോണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്വന്തം ഫോൺ ചെയ്യുന്ന ഇതിൻ്റെ ചാർജ് പോലും ഞങ്ങൾക്ക് ചെയ്തു തരുന്നില്ല. ഞങ്ങളുടെ ഫോൺ ഹാങ് ആയിട്ട് ഒന്നും ചെയ്യാനും പറ്റണില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ ഫോൺ ഞങ്ങൾക്ക് മാറ്റുന്നില്ല? ഞങ്ങൾക്ക് ടാബായിരുന്നു തരണം എന്നുള്ള ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. അതേപോലെ തന്നെ ഇവിടെ ഈ ഇരിക്കുന്ന സ്ത്രീകളും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലെ പൊരിവെയിലത്ത് വന്നിരിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കാനും അതോടൊപ്പം തന്നെ ആ ചേച്ചിമാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർക്കാർ സംവിധാനങ്ങൾ അവരൊക്കെ തന്നെ നാളുകൾക്ക് ഓരോ വർഷം അവരവരുടെ വാഹനങ്ങൾ മാറുന്നു. അപ്ഡേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 2019 ഫോൺ കൊടുത്തിട്ട് ഈ 2025 ഏതാണ്ട് 6 വർഷം കഴിയുമ്പോഴത്തേക്കും എല്ലാ ടെക്നോളജിയും മാറുകയാണ്. ഞാൻ പറഞ്ഞത് അവരുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ വേതനവും കൂടി അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്താൽ എത്രത്തോളം അന്തരമുണ്ടായിരിക്കും. ഈ സമരം ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർ അവരുടെ സംഘടന ഏത് രീതിയിലാണ്? കാരണം സംഘടന ഞാൻ ചോദിച്ചത് ഈ സംഘടനയുടെ മാറ്റി നോക്കിയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ സർക്കാർ നിശ്ചയിക്കുന്നത്, പ്രയോറിറ്റി നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് പ്രജീഷ്, ഇപ്പോൾ ഇവിടെ ഈ അംഗനവാടി ജീവനക്കാരുടെ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ, അതായത് INTUC കീഴിൽ വരുന്ന ഈ ജീവനക്കാരുടെ സംഘടനയാണ് ഇപ്പോൾ ഈ ഒരു സമരവുമായി ഇവിടെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ നേരത്തെ പ്രജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇവർ ഇവിടെ സമരം ചെയ്യുന്നത് ഇവരുടെ ഈ വേതനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. പക്ഷേ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. പല ഫോണുകളും ഓൺ പോലും ആകാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ഈ വേതനം ഇപ്പോൾ താൽക്കാലികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേതനം വെച്ച് അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് ഈ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവരുടെ കൈവശം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ ഈ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങളാണ് പലയിടത്തും അതിവേഗം തന്നെ മാറിക്കൊണ്ടിരിക്കുക. കാരണം 1 ലക്ഷം കിലോമീറ്റർ പോലും ഓടാത്ത വാഹനങ്ങൾ മാറ്റുന്നു. അത്തരത്തിൽ പല സാധനങ്ങളും സർക്കാർ ഓഫീസുകളിലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും മാറുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ജോലി ഇത് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നിയാണ്. കാരണം ഇപ്പോൾ സമരം ചെയ്യുന്ന ചേച്ചിമാർ ആരെങ്കിലും, ഈ അംഗനവാടിയിലെ ടീച്ചർമാർ ആരെങ്കിലും ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യം അവർ മുടക്കുന്നില്ല. അവർ പോലും ഒരു ആവലാതികൾ പോലും പറയുന്നില്ല. അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ അവസ്ഥ 2019 ഫോൺ എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം അത് ഓണാക്കാൻ പറ്റുന്നില്ല. അവരുടെ ഫോൺ വെക്കുകയാണ്. അവരുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ഡേറ്റ തീരും. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ തുറന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഇടമാണ്. അവർ നേരിടുന്ന പ്രയാസങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.